ഭഗവത്ഗീത സാഖ്യയോഗത്തിലെ 20-ാമത്തെ ശ്ലോകം. ന ജായതേ മ്രിയതേ വാ കഥാചിത് ന്യായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ഒരിക്കലുണ്ടായിട്ട് പിന്നീട് ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല. ജനനരഹിതനും നിത്യനും മാറ്റമില്ലാത്തവനും പൗരാണികനുമായ ഈ ആത്മാവ് ദേഹം നശിക്കുമ്പോഴും നശിക്കുന്നില്ല എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്മുടെ എല്ലാവരുടെയും ആത്മാവ് ഒന്നാണ്. അതുകൊണ്ട് ആത്യന്തികമായി നാം എല്ലാവരും ഒന്നു തന്നെയാണ്. ഒരിക്കലും ആർക്കും ഈ ആത്മാവിനെ നശിപ്പിക്കാനാവുകയില്ല. ഈ ആത്മാവിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ആത്മാവ് വരികയോ പോവുകയോ ചെയ്യുന്നില്ല. അത് സ്വയം പ്രകാശമാണ്, സ്വയം ബോധമാണ്. എല്ലാറ്റിനും അധിഷ്ഠാനമായിരിക്കുന്നത് അതാണ്. അതിനെ ആശ്രയിച്ചാണ് എല്ലാം നിലനിൽക്കുന്നത്. അത് എപ്പോഴെങ്കിലും ഒരിക്കൽ വരികയോ പിന്നീട് ഒരിക്കൽ ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും കൊല്ലപ്പെടുമ്പോൾ അവരിലെ ആത്മാവ് ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അത് അതിപുരാണ കാലത്തും ഈ വർത്തമാനകാലത്തും ഭാവി കാലത്തും ഒരു മാറ്റവുമില്ലാതെ സ്ഥിതി ചെയ്യുന്നു. നാശം എന്ന അവസ്ഥ ഈ ആത്മാവിനെ ബാധിക്കുന്നതേ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഞാനൊരു വ്യക്തിയല്ലെന്നും ആത്മാവാണെന്നും ബോധിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭയവും അപ്രത്യക്ഷമാകുന്നു. ഒരിക്കലും ഒന്നുകൊണ്ടും ഹനിക്കാൻ കഴിയാത്ത ബോധമാണ് ആത്മാവ്. എല്ലാറ്റിനും അധിഷ്ഠാനമായിരിക്കുന്ന ആ പരമാർത്ഥത്തിന് അകമോ പുറമോ ഇല്ല, ദൃക്ദൃശ്യ ഭേദങ്ങളില്ല. സൂര്യനെ കാർമേഘം മറയ്ക്കുമ്പോൾ സൂര്യൻ ഇല്ലാതാകുന്നില്ല. അതുപോലെ ഈ ആത്മാവിനെ അജ്ഞാനമാകുന്ന അന്ധകാരം മറയ്ക്കുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നു. ശരീരം നശിക്കുമ്പോൾ ഞാൻ നശിക്കുന്നു എന്ന് തോന്നുന്നു. ഞാൻ ശരീരമാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് അതിന് കാരണം. ഒരു തടാകത്തിലെ സൂര്യൻ പ്രകാശിക്കുന്നു. എന്നാൽ തടാകത്തിലെ വെള്ളം പറ്റിയാൽ ആകാശത്തുള്ള സൂര്യന് ഒന്നും സംഭവിക്കുന്നില്ല. തടാകത്തിലെ സൂര്യൻ്റെ പ്രതിബിംബം മാഞ്ഞു പോകുന്നു എന്നേയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ആത്മാവ്. ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ പോവുകയോ വരികയോ ഒന്നും ചെയ്യുന്നില്ല. അത് നിത്യമാണ്, മുക്തമാണ്. അതുകൊണ്ട് ഞാൻ മരിക്കും എന്ന ഭയം വേണ്ട എന്നാണ് കൃഷ്ണൻ ഇവിടെ അർജുനനെ ബോധിപ്പിക്കുന്നത്.